മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നല്ല ബീഫ് ലഭ്യമാക്കുമെന്ന ബി.ജെ.പി സ്ഥാനാർത്ഥി എൻ ശ്രീപ്രകാശിന്റെ പ്രസ്താവന വിവാദമായതിനു പിന്നാലെയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ഇറച്ചി വ്യാപാരികൾക്കായി സഹകരണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ബി.ജെ.പി നേതൃത്വത്തിലുള്ള വാണിജ്യ വ്യവസായ സമിതി എന്ന സംഘടനയുടെ കീഴിലാണ് തൃശൂർ ഫിഷ് ആൻഡ് മീറ്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകൃതമായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അപേക്ഷിച്ചിരുന്ന ലൈസൻസാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് സഹകരണ സംഘത്തിന്റെയും ബി.ജെ.പി ജില്ലാ ഘടകത്തിന്റെയും പ്രസിഡന്റായ എ നാഗേഷ് പറഞ്ഞു. കേരളത്തിൽ ബീഫ് നിരോധിച്ചിട്ടില്ലെന്നും പാർട്ടി ബീഫ് കഴിക്കുന്നതിനെതിരല്ലെന്നും നാഗേഷ് വ്യക്തമാക്കി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ബീഫ് കഴിക്കുന്നവർക്കെതിരല്ല. ബീഫ് വിൽക്കണ്ട എന്ന് ആരോട് പറഞ്ഞിട്ടില്ല, ബീഫ് കഴിക്കണ്ട എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ബീഫ് നിരോധിച്ചായിട്ട് എനിക്കറിയില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ അറിവിൽ ബീഫ് നിരോധനം വന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൃശൂരിൽ മത്സ്യമാംസ വ്യാപാരികളുടെ ഇടയിൽ പ്രവർത്തനമുണ്ടെന്നും നാഗേഷ് പറയുന്നു. മറ്റു ജില്ലകളിൽ സമാന സഹകരണ സംഘങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ അറിവില്ല. കേരളത്തിൽ ഗോവധത്തെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, തൃശൂർ.